പ്രധാനമാണ്. രാജ്യസഭ ഐഷി ഘോഷ് വിഷയം ജോൺ ബ്രിട്ടാസ് MP ഉന്നയിച്ചിരിക്കുന്നു. നോബൽ വാരിക്കാരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോബൽ, വിശദമായി ജോൺ ബ്രിട്ടാസ് സംസാരിച്ചതിന് പിന്നാലെ JP നദ്ദ സംസാരിക്കുമ്പോൾ ഇതൊരു സാധാരണ സംഭവമാണ്. ഞാൻ ക്ലാസ് മുറിയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അടിയന്തരാവസ്ഥ കാലത്ത് എന്ന് പ്രതിരോധിക്കുന്നു. അടിയന്തരാവസ്ഥ കാലമല്ലല്ലോ നോബൽ. മാധു, അടിയന്തരാവസ്ഥ കാലത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സർക്കാർ എന്താണെങ്കിലും ഈ പോലീസ് നടപടിയെ ഇപ്പോൾ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു സാധാരണ നടപടി മാത്രം എന്നാണ് JP നദ്ദ പ്രതികരിച്ചിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് താനൊരു വിദ്യാർത്ഥി നേതാവായിരുന്നു തന്നെ ക്ലാസ് മുറിയിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ട് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകർ ഇക്കാര്യങ്ങൾ നേരിടാൻ തയ്യാറാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നദ്ദ എന്താണെങ്കിലും ഇപ്പോൾ ഈ വിഷയത്തെ ന്യായീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊരു അടിയന്തരാവസ്ഥ കാലമല്ല എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മാധു സൂചിപ്പിച്ച കാര്യമാണ്. ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും ഈ പോലീസ് നടപടിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു. ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിൽ പോലീസ് കയറി എന്ത് ജനാധിപത്യത്തിന്റെ നാണക്കേടാണ് എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ജോൺ ബ്രിട്ടാസ് സംസാരിച്ചതിന് പിന്നാലെ അതിന് പിന്തുണയുമായി സംസാരിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്ന് കർശനമായ നടപടി ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വേണം. വിദ്യാർത്ഥികളെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർ സ്വതന്ത്രമായി വിലസുകയാണ് എന്നുകൂടി മല്ലികാർജ്ജുൻ ഖാർഗെ ഇപ്പോൾ രാജ്യസഭയിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ രാജ്യസഭ വലിയ പ്രതിഷേധത്തിലും ബഹളത്തിലുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ സഭ പിരിഞ്ഞിട്ടില്ല, പക്ഷേ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ട്. പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നു. ഭരണപക്ഷ അംഗങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും അല്പസമയം കൂടി ഇത്തരത്തിൽ പ്രതിഷേധം തുടരും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ അതിനിടയിൽ സഭ പിരിയാനുള്ള സാധ്യതയും എന്താണെങ്കിലും രാജ്യസഭയിൽ കാണുന്നു. ശക്തമായ വിഷയം ശക്തമായി തന്നെയാണ് ഈ ഐഷി ഘോഷിനെതിരായ പോലീസ് നടപടി എന്നിപ്പോൾ എന്താണെങ്കിലും പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിച്ചിരിക്കുന്നത്. രാവിലെ ഇന്ത്യ സഖ്യ യോഗത്തിൽ തന്നെ ഈ വിഷയത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്ന് ബാക്കി കക്ഷികളും, അതായത് ഈ CPM ആണ് ഇത്തരത്തിൽ പ്രധാനമായി രംഗത്തേക്ക് വന്നെങ്കിലും ബാക്കി കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളും പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാജ്യസഭ പ്രതിപക്ഷ നേതാവ് തന്നെ നേരിട്ട് എഴുന്നേറ്റ് ഇക്കാര്യത്തിൽ സംസാരിക്കുകയും ഇതിൽ കൃത്യമായി തന്നെ അപലപിക്കുകയും നടപടി വേണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്ത് എന്തായാലും ഒറ്റക്കെട്ടായ വിഷയത്തെ പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ നേരിട്ടു എന്ന് പറയാൻ കഴിയും. ഐഷി ഘോഷിന് എതിരായ ഈ നടപടി ജോൺ ബ്രിട്ടാസ് ശക്തമായി തന്നെയാണ് ഇതിനെ അപലപിച്ചത്. കാരണം 2021 ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. JNU വിദ്യാർത്ഥികൾക്കെതിരെ പ്രത്യേകിച്ച് ഈ പറഞ്ഞ CJPയുടെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്ന് കാണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ JP നദ്ദ അതിനെ പ്രതികരിക്കുന്നത്. ജന്തർ മന്ദറിലേക്ക് പോയി എന്നൊരൊറ്റ കാര്യം കൊണ്ടാണ് ഐഷി ഘോഷിനെതിരായ പോലീസ് നടപടി ഉണ്ടായതെന്ന് പറയുമ്പോൾ 2021 കേസിന്റെ കാര്യത്തെക്കുറിച്ച് നദ്ദ പറയുന്നതേയില്ല. ഇതൊക്കെ നേരിടാൻ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ തയ്യാറാകണമെന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായും വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ഇതൊക്കെ നേരിടാൻ തയ്യാറാകണം എന്ന നിലപാടാണ് നദ്ദ എന്താണെങ്കിലും പങ്കുവച്ചിരിക്കുന്നത്. അതായത് BJP പോലീസ് നടപടി തള്ളി പറയുന്നില്ല, ന്യായീകരിക്കുന്നു. സാധാരണ നടപടി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുകയാണ്. പോലീസ് യൂണിഫോം ഇല്ലാതെ, പോലീസ് വാഹനം ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർ അവിടെ എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ജോൺ ബ്രിട്ടാസ് MP സഭയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ അതിനൊന്നും എന്താണെങ്കിലും അഡ്രസ് ചെയ്യാൻ സർക്കാർ പ്രക്ഷുബ്ധമായി സഭ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MP വിഷയം ഉന്നയിച്ചിരിക്കുന്നു. JP നദ്ദ മറുപടി പറയുമ്പോൾ അടിയന്തരാവസ്ഥ കാലത്ത് താൻ ക്ലാസ് മുറിയിൽ വെച്ച് അറസ്റ്റിലായിട്ടുണ്ട് എന്നതാണ് പ്രതിരോധ മാർഗം. പക്ഷേ ഇതിപ്പോൾ ആ തരത്തിൽ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന കാലമല്ല എന്നത് അദ്ദേഹം ഓർക്കേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറി 2021 ഒരു കേസ് പൊടി തട്ടിയെടുത്ത ദില്ലി പോലീസ് നടത്തിയ അറസ്റ്റ് ശ്രമമാണ് പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കിയത്.